വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിഫ്രാക്ഷൻ ആൻഡ് റെറ്റിനോസ്കോപ്പി എന്ന ടോപ്പിക്കിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ആ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഒപ്റ്റിക്കൽ സിസ്റ്റം ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ഐ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ വരുന്ന സബ് ടോപ്പിക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റായിട്ട് പറഞ്ഞായിരുന്നു. ഇവയാണ് ഇതിൽ വരുന്ന സബ് ടോപ്പിക്കുകൾ. ഇതിൽ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിക്സ് ഓഫ് നോർമൽ ഐ എന്ന പാർട്ടിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്നുള്ള പാർട്ടിൽ നിന്നുള്ളതായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്കുകളൊക്കെ നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ വായിക്കാൻ ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ PPT സ്ലൈഡ് ഷെയർ ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് ഈ ഭാഗമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഹ്യൂമൻ ഐ ഈസ് കമ്പയർഡ് ടു ക്യാമറ ഐറിസ് ആക്ട് ആസ് ഓപ്ഷൻസ് A ഫോക്കസിംഗ് സിസ്റ്റം, B ഷട്ടർ, C ഡയഫ്രം, D ഫിലിം. ഇതിൻ്റെ ആൻസർ എന്താ വരിക? നമ്മുടെ ഹ്യൂമൻ ഐനെ ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐറിസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ്. ഡയഫ്രം ആയിട്ടാണ് ഐറിസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോക്കസിംഗ് സിസ്റ്റവും ഷട്ടറും ഫിലിമൊക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരൊക്കെയാണ്? ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കണ്ണിനെ ക്യാമറയായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഐലിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ഷട്ടറാണ്. ഷട്ടറാണ് ഐലിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഫോക്കസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കോർണിയയും ലെൻസും ഫോക്കസിംഗ് സിസ്റ്റം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഐറിസ് ഡയഫ്രമായിട്ട് ആക്ട് ചെയ്യുന്നു. കൊറോയിഡ് ആ ഡാർക്ക് ചാമ്പറായിട്ട് ആക്ട് ചെയ്യുന്നു. റെറ്റിന എന്ന് പറയുന്നതാണ് ലൈറ്റ് സെൻസിറ്റീവ് ഫിലിം, നമ്മുടെ ഇമേജ് കിട്ടുന്ന ഭാഗം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. ഐറിസിന് പകരം റെറ്റിനയും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈറ്റ് റേസ് ആർ റിഫ്രാക്റ്റഡ് ത്രൂ കോർണിയൽ സർഫസ് ഡ്യൂ ടു ഇറ്റ്സ് ഓപ്ഷൻസ് A കർവേച്ചർ, B difference in refractive indices of air and cornea, C both A and B, D none of these. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ C both A and B ആണ്. ലൈറ്റ് റേസ് കോർണിയൽ സർഫസിലൂടെ റിഫ്രാക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ കർവേച്ചറും, രണ്ട് എയറിലും കോർണിയയിലും ഉള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തമ്മിലുള്ള ഡിഫറൻസ് കാരണം കൊണ്ടുകൂടിയാണ് ഈ റിഫ്രാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ C both A and B ആണ് ആൻസറായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് കോർണിയൽ ഒപ്റ്റിക്സ്. ഓപ്ഷൻസ് A വെർട്ടിക്കൽ ഡയാമീറ്റർ സ്ലൈറ്റ്ലി ലെസ് ദാൻ ഹൊറിസോണ്ടൽ, B ദ പെരിഫറൽ 5 mm ഏരിയ ഓഫ് ദ കോർണിയ ഫോംസ് ദി പവർഫുൾ റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് ദ ഐ, C റിഫ്രാക്റ്റീവ് പവർ ഓഫ് ദ കോർണിയ ഈസ് അബൌട്ട് +43 ഡയോപ്റ്റർ, D റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1.376. ഇതിലെ കുറേ കാര്യങ്ങൾ നമ്മൾ അനാട്ടമി ഓഫ് ദ ഐ ഡിസ്കസ് ചെയ്തപ്പോൾ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ A വെർട്ടിക്കൽ ഡയമീറ്റർ സ്ലൈറ്റ്ലി ലെസ് ദാൻ ഹൊറിസോണ്ടൽ. അത് കറക്റ്റാണ്. കോർണിയയുടെ ആൻറ്റീരിയർ സർഫസും ഉണ്ട്, അതുപോലെ പോസ്റ്റീരിയർ സർഫസും ഉണ്ട്. അതിൽ ആൻറ്റീരിയർ സർഫസ് എലിപ്റ്റിക്കൽ ആണെന്നും പോസ്റ്റീരിയർ സർഫസ് സർക്കുലർ ആണെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ ആൻറ്റീരിയർ സർഫസ് എലിപ്റ്റിക്കൽ ആയതുകൊണ്ട് തന്നെ അതിന് 2 ഡയമീറ്റർ വരുന്നുണ്ട്. വെർട്ടിക്കലും ഉണ്ട്, ഹൊറിസോണ്ടലും ഉണ്ട്. അതിൽ വെർട്ടിക്കൽ എന്തായിരിക്കും? ഹൊറിസോണ്ടലിനേക്കാൾ കുറച്ചുകൂടെ ചെറുതായിരിക്കും, സ്ലൈറ്റ്ലി ലെസ് ദാൻ ഹൊറിസോണ്ടൽ. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ദ പെരിഫറൽ 5 mm ഏരിയ ഓഫ് ദ കോർണിയ ഫോംസ് ദി പവർഫുൾ റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് ദ ഐ. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദ സെൻട്രൽ 5 mm ഏരിയ ആണ് എന്ത് ചെയ്യുന്നത്? പവർഫുൾ റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് ദ ഐ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഓപ്ഷൻ C എന്താണ്? റിഫ്രാക്റ്റീവ് പവർ ഓഫ് ദ കോർണിയ ഈസ് അബൌട്ട് +43 ഡയോപ്റ്റർ. അത് കറക്റ്റാണ്. നമ്മൾ പറഞ്ഞിരുന്നു കോർണിയയുടെ ആൻറ്റീരിയർ സർഫസും ഉണ്ട്, പോസ്റ്റീരിയർ സർഫസും ഉണ്ട്. അതിൽ ആൻറ്റീരിയർ സർഫസിൻ്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് +48 ഡയോപ്റ്ററോളാണ്. ആൻഡ് പോസ്റ്റീരിയർ സർഫസ് എന്ന് പറയുന്നത് മൈനസ് പവറാണ്, -5 ഡയോപ്റ്ററാണ് പോസ്റ്റീരിയർ സർഫസിൻ്റെ പവർ വരുന്നത്. അങ്ങനെ നെറ്റ് പവറായിട്ട് നമുക്ക് കിട്ടുന്നത് +43 ഡയോപ്റ്ററാണ്. അപ്പോൾ ഓപ്ഷൻ C കറക്റ്റാണ്. ആൻഡ് ഓപ്ഷൻ D റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1.376. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ B ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the aspherical shape of cornea's anterior surface is responsible for baseline astigmatism of dash in almost every human eye. Options A 0.25 to 0.50 diopter,
ബി 0.50 to 0.75 ഡയോപ്റ്റർ, സി 0.75 to 1 ഡയോപ്റ്റർ, ഡി നൺ ഓഫ് ദീസ്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഐയിലാണെങ്കിൽ പോലും ചെറിയ രീതിയിൽ അസ്റ്റിഗ്മാറ്റിസം ഉണ്ടാവും, ഒരു ബേസ് ലൈൻ അസ്റ്റിഗ്മാറ്റിസം ഉണ്ടാവും. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് കോർണിയയുടെ ആൻറ്റീരിയർ സർഫസിൻ്റെ ആസ്ഫറിക്കൽ ഷേപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം അസ്റ്റിഗ്മാറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 0.25 to 0.50 ഡയോപ്റ്റർ. നമ്മുടെ എ കെ ഖുറാനയുടെ തിയറി ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഒപ്റ്റിക്സ് ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണിത്. ദ ആസ്ഫറിക്കൽ ഷേപ്പ് ഓഫ് കോർണിയാസ് ആൻറ്റീരിയർ സർഫസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എ ബേസ് ലൈൻ അസ്റ്റിഗ്മാറ്റിസം ഓഫ് 0.25 to 0.50 ഡയോപ്റ്റർ ഇൻ ഓൾമോസ്റ്റ് എവറി ഹ്യൂമൻ ഐ. Further, a change in corneal surface's radius of curvature with the distance from the center of the pupil to the pupillary margin is responsible for a spherical aberration of 0.21 to 1.62 diopter. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. നമ്മൾ ക്വസ്റ്റിനിടയിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയ സെൻറ്റൻസ് ആണ്. അതായത് രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ് പറയുന്നത്, നമ്മുടെ പ്യൂപ്പിളിൻ്റെ സെൻറ്ററിൽ നിന്നും പ്യൂപ്പിൾ മാർജിനിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയസ് ഓഫ് കർവേച്ചർ, കോർണിയയുടെ റേഡിയസ് ഓഫ് കർവേച്ചറിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് സ്ഫെറിക്കൽ അബറേഷന് കാരണമാണെന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഈ സ്ഫെറിക്കൽ അബറേഷൻ കാരണം എത്രത്തോളം അവിടെ ഒരു ചെറിയ റിഫ്രാക്റ്റീവ് എറർ ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ അളവാണ് 0.21 to 1.62 ഡയോപ്റ്റർ എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റിഡക്ഷൻ ഓഫ് 1 millimeter in the depth of the anterior chamber would increase the eye's total power by options A 0.50 diopter, B 1 diopter, C 1.40 diopter, D 1.90 diopter. ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 1.40 ഡയോപ്റ്റർ ആണ്. അതായത് നമ്മുടെ ആൻറ്റീരിയർ ചാമ്പറിൻ്റെ ഡെപ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ടോട്ടൽ ഐയുടെ പവറിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആൻറ്റീരിയർ ചാമ്പർ ഡെപ്ത്ത് 1 millimeter കുറയുമ്പോൾ അവിടെ ടോട്ടൽ ഐ പവർ 1.40 കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റും ചോദിക്കാം. 1 millimeter ആൻറ്റീരിയർ ചാമ്പർ ഡെപ്ത്ത് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ടോട്ടൽ പവർ 1.40 ഡയോപ്റ്റർ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഇനി ഇത് വേറൊരു രീതിയിലും കൂടെ ചോദിക്കാം. നമ്മുടെ 1 millimeter ആൻറ്റീരിയർ ചാമ്പർ ഡെപ്ത്ത് കുറയാന്ന് പറയുന്നത് നമ്മുടെ ലെൻസ് ഫോർവേഡ് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസ് അതിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്നും 1 millimeter ഫോർവേഡിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ആൻറ്റീരിയർ ചാമ്പറിൻ്റെ ആ സ്പേസ് കുറയും, അവിടുത്തെ ഡെപ്ത്ത് കുറയും, 1 millimeter ഡെപ്ത്ത് കുറയും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇവിടെ 1.40 ഡയോപ്റ്റർ പവർ ഇൻക്രീസ് ചെയ്യുന്നത്. ഇതിൻ്റെ റിവേഴ്സായിട്ട് ലെൻസ് ബാക്ക്വേർഡ് മൂവ് ചെയ്യുമ്പോൾ 1 millimeter ബാക്ക്വേർഡ് ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ നമ്മുടെ ആൻറ്റീരിയർ ചാമ്പറിൻ്റെ സ്പേസ് കൂടും, 1 millimeter ഡെപ്ത്ത് കൂടും. അപ്പോൾ എന്താകും? അവിടെ പവർ കുറയും, 1.40 ഡയോപ്റ്റർ പവർ കുറയും. ഈ കാര്യം കൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഐറിസ് ആൻഡ് പ്യൂപ്പിൾ. ഓപ്ഷൻസ് എ റെഗുലേറ്റ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ദ ഐ, ബി ആവറേജ് സൈസ് ഈസ് 2 to 4 millimeter, സി സ്മോൾ പ്യൂപ്പിൾ ഇൻക്രീസസ് ഡെപ്ത് ഓഫ് ഫോക്കസ്, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ്, ഓപ്ഷൻ ഡി. പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഐറിസും പ്യൂപ്പിളും കൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലൈറ്റ്, കണ്ണിലേക്ക് വരുന്ന ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് പ്യൂപ്പിളിൻ്റെ ആവറേജ് സൈസ് എന്ന് പറയുന്നത് 2 to 4 millimeter ആണ്. അതുപോലെ ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? സ്മോൾ പ്യൂപ്പിൾ ഇൻക്രീസസ് ഡെപ്ത് ഓഫ് ഫോക്കസ്. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഐറിസും പ്യൂപ്പിളാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്? അറ്റ് 2.4 millimeter pupil size, best retinal image obtained as aberration and diffraction are balanced. ഈ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. പ്യൂപ്പിൾ സൈസ് 2.4 millimeter ആകുമ്പോഴാണ് നമുക്ക് ബെസ്റ്റ് റെറ്റിനൽ ഇമാജിനെ കിട്ടുന്നത്. അത് കാരണം എന്താണ്? അവിടെ അബറേഷനും ഡിഫ്രാക്ഷനും ബാലൻസ്ഡ് ആയിരിക്കും. അതുപോലെ ആവറേജ് സൈസ് എന്ന് പറയുന്നത് പ്യൂപ്പിളിൻ്റെ 2 to 4 millimeter ആണ്. ഇനി സ്മോൾ പ്യൂപ്പിൾ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഡെപ്ത് ഓഫ് ഫോക്കസ് ഇൻക്രീസ് ചെയ്യും,
കൺസെപ്റ്റ് യൂസ്ഡ് ആസ് പിൻ ഹോൾ ടെസ്റ്റ് ഇൻ റിഫ്രാക്ഷൻ. നമ്മൾ റിഫ്രാക്ഷനിൽ അതാണല്ലോ ചെയ്യുന്നത്. നമ്മൾ പിൻ ഹോൾ വിഷൻ എന്താ സംഭവിക്കുന്നത്, പീപ്പിളിന് ആ ചെറിയൊരു പോർഷനിലൂടെ മാത്രമേ നമ്മൾ ലൈറ്റ് എന്ത് ചെയ്യുന്നു എൻ്റർ ചെയ്യുന്നുള്ളൂ. ആൻഡ് ലാർജ് പീപ്പിൾ എന്താ ചെയ്യുന്നത്, റെറ്റിനൽ ഇമേജ് ക്വാളിറ്റി ഇംപ്രൂവ്സ്. റെറ്റിനൽ ഇമേജ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് ലാർജ് പീപ്പിളും ഡെപ്ത് ഓഫ് ഫോക്കസ് ഇൻക്രീസ് ചെയ്യുന്നത് സ്മോൾ പീപ്പിളും ആണ്. അതുപോലെ ലാർജ് പീപ്പിൾ ആകുമ്പോൾ സൈസ് ഓഫ് ബ്ലൂ അല്ല ബ്ലറാണ്. ബ്ലർ സർക്കിൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയൂടെ ചെയ്യും. ഈ കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ക്രിസ്റ്റലൈൻ ലെൻസ്. ഓപ്ഷൻസ്: എ, റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ആൻറ്റീരിയർ സർഫസ് ഓഫ് ലെൻസ് ഈസ് 10 mm ആൻഡ് പോസ്റ്റീരിയർ സർഫസ് ഈസ് 6 mm. ബി, ഡ്യൂറിങ് അക്കോമഡേഷൻ ബോത്ത് സർഫസസ് ബട്ട് എസ്പെഷ്യലി ദ പോസ്റ്റീരിയർ assume a more steeply curved form. സി, total power of the crystalline lens varies from 16 to 20 diopter. ഡി, refractive index is 1.39. ശ്രദ്ധിക്കുക, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത്. ഓരോ ഓപ്ഷൻ കൂടെ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എ എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ആൻറ്റീരിയർ സർഫസിൻ്റെത് 10 mm പോസ്റ്റീരിയറിൻ്റെത് 6 mm ആണ്. അത് ഏകദേശം ശരിയാണ്. ഏകദേശം ആൻറ്റീരിയർ ഒരു 10 to 11 പോസ്റ്റീരിയർ ഒരു 6 to 7 വരെയൊക്കെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ പറയാറ്. ആൻഡ് നെക്സ്റ്റ് ബി എന്താണ്, ഡ്യൂറിങ് അക്കോമഡേഷൻ ബോത്ത് സർഫസസ് ബട്ട് എസ്പെഷ്യലി ദി പോസ്റ്റീരിയർ assume a more steeply curved form. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? അക്കോമഡേഷൻ്റെ സമയത്ത് രണ്ട് സർഫസസിനും എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സ്റ്റീപ്പൻ ആവുന്നുണ്ട്. പക്ഷേ അത് പോസ്റ്റീരിയർ സർഫസ് അല്ല, ആൻറ്റീരിയർ സർഫസ് ആണ് മോർ സ്റ്റീപ്പൻ ആയിട്ട് മാറുന്നത്. അതിൻ്റെ ഒരു 10 mm എന്നുള്ള റേഡിയസ് ഓഫ് കർവേച്ചർ കർവ് കൂടിയിട്ട് എന്തായി മാറും, ഒരു 6 mm കുറഞ്ഞു വരും. റേഡിയസ് ഓഫ് കർവേച്ചർ കുറയുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റീപ്പനിങ് അത്രത്തോളം കൂടുകയാണ്. അപ്പോൾ ആൻറ്റീരിയർ സർഫസിനാണ് അക്കോമഡേഷൻ സമയത്ത് മാക്സിമം എന്ത് സംഭവിക്കുന്നത്, സ്റ്റീപ്പൻ ആവുന്നത്. ആൻഡ് ഓപ്ഷൻ സി എന്താണ്, ടോട്ടൽ പവർ ഓഫ് ദ ക്രിസ്റ്റൽ ലെൻസ് വാരീസ് ഫ്രം 16 to 20. കറക്റ്റ് ആണ്. ആൻഡ് ഓപ്ഷൻ ഡി എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.39 ആണ്. അതും കറക്റ്റ് ആണ്. ക്രിസ്റ്റലൈൻ ലെൻസിൻ്റെ കോർട്ടെക്സിൽ ഒരു 1.38ഉം ന്യൂക്ലിയസിലേക്ക് വരുമ്പോൾ ഒരു 1.42. അങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ അതിന് ടോട്ടലി നമ്മൾ ക്രിസ്റ്റൽ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിച്ചാൽ ഒരു 1.39 ഒക്കെ തന്നെയാണ് പറയാറ്. അപ്പോൾ അതും കറക്റ്റ് ആണ്. ഇവിടെ ഓപ്ഷൻ ബി തന്നെയാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ആൻ ഒപ്റ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഡാഷ് കുഡ് ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദി സ്ക്രീൻ ഓൺ വിച്ച് ദ ഇമേജ് ഈസ് ഫോംഡ്. ഓപ്ഷൻസ്: എ, കോർണിയ, ബി, റെറ്റിന, സി, ലെൻസ്, ഡി, വിട്രിയസ്. എന്താണ് ഇതിൻ്റെ ആൻസർ? ഒപ്റ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമേജ് ഫോം ചെയ്യുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് ഏതാണ്? റെറ്റിനയാണ്. റെറ്റിനയാണല്ലോ ഫിലിമായിട്ട് ആക്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓപ്ഷൻ ബി റെറ്റിനയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് റെറ്റിന. ഓപ്ഷൻസ്: എ, മാക്സിമം റിസോൾവിംഗ് പവർ അറ്റ് ഫോവിയ. ബി, എ കോൺകേവ് സ്ഫെറിക്കൽ സർഫസ് വിത്ത് റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് -12 mm. സി, എ മച്ച് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ ഈസ് കവേർഡ് ബൈ ദ സ്റ്റീപ്ലി കവേർഡ് റെറ്റിന. ഡി, ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ്. മാക്സിമം റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് ഫോവിയിലാണ്. ഇതിൻ്റെ സ്ഫെറിക്കൽ സർഫസ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആയിട്ടല്ല. സാധാരണ നമ്മുടെ ക്യാമറയിലൊക്കെ അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്ന ഭാഗം ഒരു പ്ലെയിൻ സർഫസ് ആയിരിക്കും. പക്ഷെ നമ്മുടെ റെറ്റിനയുടേത് ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ്. അത് കോൺകേവ് സ്ഫെറിക്കൽ സർഫസ് ആണ്. കോൺകേവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് -12 mm ആണ്. ആൻഡ് ഓപ്ഷൻ സി എന്താണ്, സ്റ്റീപ്ലി കർവ്ഡ് ആയതുകൊണ്ട് തന്നെ മച്ച് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി മീഡിയ ഓഫ് ദ ഐ ഹയസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഓഫ് ദി. ഓപ്ഷൻസ്: എ, കോർണിയ, ബി, വിട്രിയസ് ഹ്യൂമർ, സി, അക്യൂസ് ഹ്യൂമർ, ഡി, ക്രിസ്റ്റലൈൻ ലെൻസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൽ ഏറ്റവും ഹയസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതിനാണ്? ഓപ്ഷൻ ഡി, ക്രിസ്റ്റലൈൻ ലെൻസ് ആണ്. കോർണിയയുടെ എത്രയാണ്? 1.376 ആണ്. വിട്രിയസിൻ്റെതും അക്യൂസിൻ്റെതും 1.33 ആണ് വരുന്നത്. ക്രിസ്റ്റലൈൻ ലെൻസിൻ്റെത് നമ്മൾ ആവറേജ് 1.39 വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയത് ഏതിനാണ്? ഓപ്ഷൻ ഡി, ക്രിസ്റ്റലൈൻ ലെൻസ് ആണ് ആൻസർ. അപ്പോൾ നമ്മൾ ഇന്ന് ഒപ്റ്റിക്കൽ സിസ്റ്റം ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ഐ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഫസ്റ്റ് സബ് ടോപ്പിക് ആയിട്ടുള്ള ഒപ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ഐ എന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ഒരു പാർട്ടിൽ തന്നെ സ്കീമാറ്റിക് ഐ, റെഡ്യൂസ്ഡ് ഐ, വിഷ്വൽ ആംഗിൾസ്, അതുപോലെ ഒപ്റ്റിക്കൽ അബറേഷൻസ്, ഈ ടോപ്പിക്കൊക്കെ ഇതിന്ന് വരുന്നതാണ്, ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഭാഗത്തു നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം ഡിസ്കസ് ചെയ്യാം. പഴയ പോലെ വീക്ക്ലി 2 ക്ലാസ്സുകൾ ഇടാൻ വേണ്ടി നോക്കാം. ഈ തേഴ്സ്ഡേ തന്നെ മാക്സിമം നെക്സ്റ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.